നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റാണ്, ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ഇന്ന് ഞാൻ പറയാൻ വരുന്ന വിഷയം, പുതിയ താരിഫ് പ്രകാരം നമ്മൾ 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുമോ എന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഞാൻ ഓരോ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ചില ക്ലയൻറ്റ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അരുൺ സിംഗിൾ ഫേസ് നിലനിർത്തിയാൽ പോരെ, നമുക്ക് 3 ഫേസ് കണക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? 3 ഫേസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എനർജി ചാർജ് കൊടുക്കേണ്ടി വരില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. എനർജി ചാർജിൽ സിംഗിൾ ഫേസിലും 3 ഫേസിലും ഒരു വ്യത്യാസവും വരുന്നില്ല. അതിൻ്റെ ഫിക്സഡ് ചാർജിലും ബാക്കിയുള്ള ചാർജസിലും മാത്രമാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഇനി നമ്മൾക്ക് 2024 ഡിസംബർ 5-ാം തീയതി മുതൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്ന പുതിയ താരിഫ് എത്രയൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് കമ്മീഷൻ അംഗീകരിച്ച പുതിയ താരിഫ്. ഇതെന്ന് പറയുന്നത് വീടുകളുടെ ആവശ്യങ്ങൾക്കുള്ള ചാർജുകളാണ് ഞാനിപ്പം ഇവിടെ പറയുന്നത്. ഇതിൽ നമുക്ക് 3 നിരക്കുകൾ കാണാം. അതായത് നിലവിലുള്ള നിരക്ക്, അത് പഴയ നിരക്കാണ്. ഇപ്പോൾ ഉള്ള നിരക്ക് എന്ന് പറയുന്നത് സെന്ററിലുള്ളതാണ്. കമ്മീഷൻ 2024-25 അംഗീകരിച്ചത്, അതാണ് ഇപ്പം കറന്റ്ലി ഉള്ളത്. ഇനി ഫ്യൂച്ചറിൽ, അതായത് കമ്മീഷൻ 2025-26 അംഗീകരിച്ച ചാർജും ഇനി വരാൻ പോകുന്ന ചാർജും നമുക്ക് അതിൽ കാണാം. 0 മുതൽ 40 യൂണിറ്റ് വരെ ഫിക്സഡ് ചാർജുകളൊന്നും തന്നെ ഇല്ല. 0 മുതൽ 50 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന്റെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് 45 രൂപയും 3 ഫേസിന്റെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് 120 രൂപയുമാണ്. എനർജി ചാർജ് 3.30. നിങ്ങൾക്ക് ആ കോളം മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എനർജി ചാർജിൽ 3 ഫേസിലും സിംഗിൾ ഫേസിലും ഒരു വ്യത്യാസവും ഇല്ല. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 75 രൂപയാണ്. അതായത് 0 മുതൽ 50 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന് 45 രൂപയും 3 ഫേസിന്റെ ചാർജ് 120 രൂപയാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 75 രൂപയാണ്. ഓക്കെ, ഇനി അടുത്തത് 51 യൂണിറ്റ് മുതൽ 100 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന്റെ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് 75 രൂപയും 3 ഫേസിന്റെ ഫിക്സഡ് ചാർജ് 160 രൂപയുമാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 85 രൂപയാണ്. അടുത്തത് 101 യൂണിറ്റ് മുതൽ 150 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന്റെ ഫിക്സഡ് ചാർജ് 95 രൂപയും 3 ഫേസിന്റെ ഫിക്സഡ് ചാർജ് 190 രൂപയുമാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് 95 രൂപയാണ്. അടുത്തത് 151 യൂണിറ്റ് മുതൽ 200 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന്റെ ഫിക്സഡ് ചാർജ് 130 രൂപയും 3 ഫേസിന്റെ ഫിക്സഡ് ചാർജ് 200 രൂപയുമാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് 70 രൂപയാണ്. അടുത്തത് 201 യൂണിറ്റ് മുതൽ 250 യൂണിറ്റ് വരെ സിംഗിൾ ഫേസിന്റെ ഫിക്സഡ് ചാർജ് 145 രൂപയും 3 ഫേസിന്റെ ഫിക്സഡ് ചാർജ് 220 രൂപയുമാണ്. ഡിഫറൻസ് വരുന്നത് 75 രൂപയാണ്. അടുത്തത് 0 മുതൽ 300 യൂണിറ്റ് വരെ ഡിഫറൻസ് വരുന്നത് 35 രൂപയും 0 മുതൽ 350 യൂണിറ്റ് വരെ ഡിഫറൻസ് വരുന്നത് 20 രൂപയുമാണ്. അടുത്തത് 0 മുതൽ 400 യൂണിറ്റ് വരെ 5 രൂപയും 0 മുതൽ 500 യൂണിറ്റ് വരെ ഡിഫറൻസ് 0, എബോവ് 500 യൂണിറ്റ് 0. അതായത് ഫിക്സഡ് ഡിഫറൻസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് സിംഗിൾ ഫേസും 3 ഫേസും തമ്മിൽ നമ്മളെ കൺസപ്ഷൻ സ്ലാബ് മാറുന്നതിനനുസരിച്ചിട്ട് കുറഞ്ഞു വരികയാണ്. എബോവ് 500 യൂണിറ്റ് യൂസ് ചെയ്യുന്ന സിംഗിൾ ഫേസ് കൺസ്യൂമറിനും 3 ഫേസ് കൺസ്യൂമറിന്റെയും ഡിഫറൻസ്, അതായത് ഫിക്സഡ് ചാർജ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. ഒരേ ചാർജാണ് രണ്ടു പേർക്കും വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ വലിയ ലോഡ് ഉണ്ടെങ്കിൽ 3 ഫേസ് നിർബന്ധമായും എടുക്കണം എന്ന് പറയാനുള്ള കാരണം, 5 കിലോ വാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ഒരു വീട്ടിൽ സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതലായിട്ട് ലോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതുമൂലം അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ എക്വിപ്മെന്റുകളും വർക്ക് ചെയ്യാതിരിക്കും. സിംഗിൾ ഫേസ് എടുത്തിട്ട് 3 ഫേസ് യൂസ് ചെയ്യുന്ന മിക്ക വീടുകളിലും ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണിത്. വീട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു മിനിമൽ റിക്വയർമെന്റേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ AC നമ്മൾ ആ സമയത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മൾ ആവശ്യാനുസരണം നമ്മൾ AC കണക്ട് ചെയ്യും, പവർ പ്ലഗുകൾ കൂടും, അതുപോലെ തന്നെ ഹീറ്റർ വരും, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ ഒരുപാട് എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രാജുവലി നമ്മളെ കണക്റ്റഡ് ലോഡ് കൂടും. അവിടെ ഈ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന എല്ലാ ലോഡുകളും സൈമൾട്ടേനിയസ്ലി ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേബിളും അതുപോലെ തന്നെ ഫ്യൂസും ബേൺ ചെയ്യാനും ഹീറ്റ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ ഈ ഫ്യൂസും അതുപോലെ തന്നെ വയറും യൂസ് ചെയ്തിരിക്കുന്ന ഇൻകമർ സ്വിച്ച് ഗിയേഴ്സ് ഒന്നും നമ്മൾ മാറ്റുന്നില്ല. അതൊക്കെ പഴയതും നമ്മൾ വെറും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഈ കണക്റ്റഡ് ലോഡുകൾ മാത്രമാണ്, എക്യുപ്മെന്റ്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു കാരണവശാലും നമുക്ക് 3 ഫേസ് ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് കണക്ഷൻ എടുക്കാതിരിക്കുക. ലോഡ് കുറച്ച് കാണിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. ഒരു 20 വർഷം മുന്നേയുള്ള വീട്ടിലൊക്കെ AC ഒന്നും അങ്ങനെ നമ്മൾ കാണാറില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ ഉള്ള വീടുകളിലും മിക്ക വീടുകളിലും 2ഉം 3ഉം AC വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം 3 AC പ്ലസ് ഒരു 3 പവർ പ്ലഗ്, അതുപോലെ തന്നെ ലൈറ്റ് ലോഡുകൾ, EV ചാർജിങ് പോയിന്റ് ഒക്കെ വരുമ്പോൾ തന്നെ
5 kW മുകളിൽ തന്നെ ലോഡ് വരും. ഇനീഷ്യലി തന്നെ നമ്മളത് മനസ്സിലാക്കണം, നമുക്ക് സിംഗിൾ ഫേസ് ലോഡാണോ 3 ഫേസ് ലോഡാണോ വരുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടന്റിനെ സമീപിച്ചിട്ട് നമ്മളെ റിക്വയർമെന്റ് ആളുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഡ് കാൽക്കുലേഷൻ നടത്തിയാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്ക് ഓൾമോസ്റ്റ് എത്ര ലോഡ് വരുന്നുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സിംഗിൾ ഫേസ് വേണോ 3 ഫേസ് വേണോ എന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. നമ്മൾ ഇനീഷ്യലി ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ഫേസ് എടുക്കുമ്പോഴും 3 ഫേസ് എടുക്കുമ്പോഴും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ മീറ്ററിംഗ് പാനലിലാണ്. മീറ്ററിംഗ് പാനലിൽ നമ്മൾ മീറ്റർ, അതായത് സിംഗിൾ ഫേസ് ആകുമ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് മീറ്ററും 3 ഫേസ് ആകുമ്പോൾ 3 ഫേസ് മീറ്റർ വെക്കേണ്ടി വരും. പിന്നെ 3 ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂസിന്റെ നമ്പേഴ്സിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ 4 പോൾ ഐസൊലേറ്റർ കൊടുക്കേണ്ടി വരും, 4 പോൾ RCCB കൊടുക്കേണ്ടി വരും. നമ്മൾ വെക്കുന്ന സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും നമുക്ക് 4 പോൾ കൊടുക്കേണ്ടത് വരും. പിന്നീട് നമ്മളെ കേബിൾ, അതായത് മീറ്ററിംഗ് പാനൽ ടു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് വരുന്ന കേബിൾ നമ്മൾ 4 കോർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. 3 ഫേസിൽ നമ്മൾ 3 ഫേസ് ഡെബി യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ ഇൻകമർ സ്വിച്ച് ആയിട്ടും നമ്മൾ 4 പോൾ RCBU ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് പറയാനുള്ളത്, നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി തന്നെ ചെയ്യുക. ഈ വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്